ഉദയ ഒട്ടും സുഖമില്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാണ്. ഈ നേരത്ത് നമ്മള് പുറത്തുനിന്ന് ഇങ്ങനെ തമ്മി തല്ലേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് ആവശ്യമുണ്ട് അങ്കിൾ. കുറച്ചു മുൻപ് വരെ എന്റെ അച്ഛന്റെ ജീവൻ അപകടത്തിലായിരുന്നു. അതിന്റെ കാരണക്കാരി ഇവളാണെങ്കിൽ ഇവളെ ഞാൻ വെറുതെ വിടാൻ പാടുണ്ടോ? മോളെ പ്ലീസ്. അങ്കിൾ ഈ കാര്യത്തിൽ തർക്കിക്കാൻ വരണ്ട. സൂര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, പത്മാന്റിയെ വിഷമിപ്പിക്കാൻ വേണ്ടി, എന്നോടുള്ള പക തീർക്കാൻ വേണ്ടി അച്ഛന് വിഷം കൊടുത്തതേ ഇവള് തന്നെയാ. എന്നാ പിന്നെ മാഡം അതിന്റെ നടപടികൾ എന്താന്ന് വെച്ചാ ചെയ്യും. പോലീസിനെ വിളിക്കോ, എന്നെ ചോദ്യം ചെയ്യോ, എന്താന്ന് വെച്ചാ ചെയ്തോ. അല്ലെങ്കിൽ പത്മ മാഡം പോലീസിനെ വിളിക്കേ. മാഡത്തിന് എന്നോട് പകയാവാം, പക്ഷെ എനിക്ക് നിങ്ങളോട് ആരോടും ഒരു പകയില്ല, ഒരു കാലത്തും ഉണ്ടാവില്ല. നിർത്തടി മോളെ. നേരമായാലും നീ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. നീ പ്രസംഗിച്ച് തീർക്കുമ്പോ കൈയടിക്കാനേ ദേ ഈ നിൽക്കുന്ന അങ്കിള് മാത്രമേ കാണുള്ളൂ. ബാക്കി നിൽക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നീ തന്നെ ഈ ചതി ചെയ്തതെന്ന്. ആണോ? ഞാനാണോ ഈ ചതി ചെയ്തത്? എങ്കിൽ ആരെന്ന് വെച്ചാൽ നിങ്ങൾ വിളിച്ചോണ്ട് വാ ഈ ചതി തെളിയിക്കാൻ. എന്താ ആരോടാ നീ ഈ ശബ്ദം ഉയർത്തുന്നത്? കൂടുതൽ അഹങ്കരിക്കാൻ നിന്നുണ്ടല്ലോ ഓടിച്ചു നിന്റെ. എന്താ നിർത്തിയത്? അടിക്കാത്തത് എന്താ? അല്ല, പത്മാ മാഡത്തിന് അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ. ആന്റി